വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങളോട് ആദ്യമേ തന്നെ പറയാനുള്ളൊരു കാര്യം, നമുക്ക് നിർബന്ധമായിട്ടും പുസ്തകം വേണം, ടെക്സ്റ്റ് വേണം. കാരണം ടെക്സ്റ്റിനെ ബേസ് ചെയ്യാണ്ട് നമുക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് മേടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേട്ട് അതിനൊപ്പം തന്നെ പഠിച്ച് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പുസ്തകം കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പുസ്തകങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇനി ടോപ്പിക്കിലേക്ക് പോകാം. ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന നമ്മളുടെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഞാൻ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇല്ലാത്തവർ പെട്ടെന്ന് കളക്ട് ചെയ്യുക. ഞാൻ ഇതിലത്തെ കുറച്ച് കാര്യങ്ങൾ ആദ്യമേ തന്നെ ബേസിക്കായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ പോലെ വായിക്കാം. കമ്മ്യൂണിക്കേഷൻ ബേസിക്കലി ഈസ് എ പ്രോസസ് ഓഫ് ഷെയറിംഗ് ഇൻഫർമേഷൻ ഓർ പ്രൊവൈഡിംഗ് എൻ്റർടൈൻമെൻറ്റ് ബൈ സ്പീക്കിംഗ്, റൈറ്റിംഗ് ഓർ അതർ മെത്തേഡ്സ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ ഷെയറിംഗ് ഇൻഫർമേഷൻ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. പ്രൊവൈഡിങ് എൻ്റർടൈൻമെൻറ്റ്, മറ്റുള്ളവരെ രസിപ്പിക്കുക. ബൈ സ്പീക്കിംഗ്, റൈറ്റിംഗ് ഓർ അതർ മെത്തേഡ്സ്. എന്തുകൊണ്ടാണ് ഈ ബൈ ഓർ അതർ മെത്തേഡ്സ് പറയാൻ കാരണം എന്ന് പറയും? ചിലപ്പോൾ സംസാരിക്കാതെ ഒരു വാക്ക് പോലും എഴുതാതെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഈ കുഞ്ഞു കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞു കുട്ടികളോട് ഒന്നും പറയൊന്നും വേണ്ട, വെറുതെ കണ്ണോണ്ടും മൂക്കൊണ്ടും ചുണ്ടോണ്ടൊക്കെ ഓരോ ആക്ഷൻ കാണിച്ചാൽ മതി. വെറുതെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒക്കെ ചെയ്യുന്ന കാര്യമാണ്, ശ്രദ്ധിച്ചാൽ കാണാം. നിങ്ങൾക്ക് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നോക്കിയാൽ മതി, ഓരോ ഗോഷ്ഠികൾ കാണിച്ചാൽ മതി, അവരെ നമുക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഷെയറിങ്ങിലൂടെ നിങ്ങൾക്ക് അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ സാധിച്ചാൽ, റൈറ്റിങ്ങിന് എന്ത് എൻ്റർടൈൻമെൻ്റ് ആണുള്ളതെന്ന് ചോദിച്ചാൽ ഫലിതം ഒരു നല്ല റൈറ്റിംഗ് എൻ്റർടൈൻമെൻ്റ് ആണ്. നല്ല ഫലിതങ്ങൾ വായിച്ചാൽ ആരായാലും ചിരിക്കും, നമ്മൾ എൻ്റർടൈൻഡ് ആവും. നല്ലൊരു പുസ്തകം വായിച്ചാൽ, നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് വായന. പ്രത്യേകിച്ച് എൻ്റെ മുൻപിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം നിങ്ങൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, സാഹിത്യമാണ്. ഇതിനോടൊരു താല്പര്യം നിങ്ങൾക്ക് വേണം. അതാദ്യം വേണ്ട കാര്യമാണ്. നിങ്ങളുടെ താല്പര്യവും നിങ്ങളതിനോട് എങ്ങനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ പ്രതികരിക്കുന്നു എന്നുള്ളതുമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞാൻ അത്രയും പറയുള്ളൂ. പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിർബന്ധമായിട്ടും വായന നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു രീതിയൊന്നുമില്ല, ഡിഗ്രി എടുക്കണം, ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കാൻ ഞങ്ങൾ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചതെങ്കിൽ, ഇപ്പോൾ ഈ നിമിഷം ഒരു റീതിങ്കിങ് വേണം. ഞാനിത് പാസ്സാവാനായിട്ടും ഒരു ഡിഗ്രി ഹോൾഡറായി മാറാനുമാണ് വരുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പം അങ്ങനൊരു പരിവർത്തനം നിങ്ങൾ സംഭവിക്കണം. റിഫോർമേഷൻ,
എന്നിട്ട് വായനയെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങണം. വായനയെ നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങണം. ഞാൻ ഒരു പർട്ടിക്കുലർ പുസ്തകമോ ഒരു പർട്ടിക്കുലർ സാഹിത്യ വിഭാഗമോ നിങ്ങളോട് പറയില്ല. ചൂസ് യുവർ ഓൺ ഫീൽഡ് ആൻഡ് എക്സ്പ്ലോർ ഇറ്റ്. അത്രേ വേണ്ടു. നിങ്ങൾക്ക് ഏത് മേഖല ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കൂ. എന്നിട്ട് ആ മേഖലയിൽ കൂടുതൽ കൂടുതൽ കണ്ടെത്തൂ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് പറ്റിയാൽ പിന്നെ നോ ഇഷ്യൂസ്, നോ വറീസ്, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. പക്ഷെ ട്രാക്കിലേക്ക് എത്താത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ട്രാക്കിലേക്ക് വരണം. ക്ലിയർ ആണല്ലോ? ഹ്യൂമൻ ഹാവ് ഓവർ ദി ഇയേഴ്സ് ഡെവലപ്ഡ് വേരിയസ് മെത്തേഡ്സ് സച്ച് ആസ് ജസ്റ്റേഴ്സ്. ജസ്റ്റേഴ്സ് എന്താ ജസ്റ്റേഴ്സ്? ജസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സംതിങ് ലൈക്ക് ആക്ഷൻ തന്നെയാണ്. ചോറുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ കണ്ണ് ബ്ലിങ്ക് ചെയ്ത് കണ്ടില്ലേ നിങ്ങൾ? ചോറുണ്ടോ എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ജസ്റ്റർ. ഉണ്ടിട്ടില്ല എന്ന് പറഞ്ഞാണ്. ക്ലിയർ അല്ലേ? സ്പീച്ച് ഉണ്ടോ? ഉണ്ടില്ല. ഉണ്ടു. സ്പീച്ചാണ്, കറക്റ്റാണ്. അവിടെ പിന്നെ വേറെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സൈൻ. ചോറുണ്ടോ? എപ്പോഴേ കൊണ്ട് തീർത്തു. ചോറുണ്ടിട്ടില്ലേ? ഇതാണ് സൈൻ. സിംബോൾസ്. സിംബോളിക്കായിട്ട് പല സമയത്തും കമ്മ്യൂണിക്കേഷൻ നടക്കുക നമ്മളുടെ മെസ്സേജുകളിലാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം. അപ്പോൾ ചിരിച്ചിട്ട് ഒരു ബൊമ്മക്കുട്ടി കുറേ ഹാർട്ടുകൾ ഇങ്ങനെ ചുണ്ടിൽ നിന്നും പുറപ്പെടുവിക്കും. ഇല്ലേ? കണ്ടിട്ടില്ലേ? വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ബട്ടൺ. എന്തിനേറെ പറയണു? സാർ തന്നെയല്ലേ അറ്റൻഡൻസ് പറയാൻ ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചത് അല്ലേ? സിമ്പിളാണ്. സിമ്പിൾ അല്ല, സിംബോൾസ്. ലാംഗ്വേജ് ആൻഡ് അതർ മോഡേൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ടു കൺവേ മെസ്സേജ്. ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ तू अपने खाना खाया? नहीं जी. हाँ जी. ഏത് ലാംഗ്വേജ്? തെലുങ്ക? ഹിന്ദി? ദൈവമേ, ഹിന്ദി കേട്ടിട്ട് മനസ്സിലാവുണ്ടായ? ഹിന്ദി ഹമാരെ രാഷ്ട്രഭാഷ ഹേ. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലും കൺവേ ചെയ്യാം. പറയുന്ന നിങ്ങൾക്കും കേൾക്കുന്ന ആൾക്കും മനസ്സിലായാൽ മതി. ഏത് ലാംഗ്വേജ് ഉപയോഗിച്ചാലും യാതൊരു പ്രശ്നമില്ല. ഇവിടെ നേരത്തെ സ്പീച്ച് എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ട് ഇപ്പോൾ ലാംഗ്വേജ് എടുത്തു പറഞ്ഞു. രണ്ടിനും വ്യത്യാസമുണ്ട്. സ്പീച്ച് എന്ന് വെച്ചാൽ ശബ്ദം എന്നേ അർത്ഥമുള്ളൂ. ചില കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തോ? ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഓ എന്നുള്ള വാക്ക് പലപ്പോഴും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ ഇൻറ്റൻസിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകളാണ്. അല്ലേ? ഇംഗ്ലീഷ് പടത്തിൽ ഇപ്പോൾ വലിയൊരു ആപത്ത് വരുമ്പോൾ ഓ മൈ ഗോഡ് ഇറ്റ്സ് ടെറിഫിക് ഗോ റൺ റൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടില്ലേ? ആ ഓയ്ക്കും മലയാളത്തിൽ ഓ എന്ന് പറയുന്ന ഓയ്ക്കും
ഒരേ ഇൻറ്റൻസിറ്റിയാണ്, അല്ലെങ്കിൽ ഒരേ ഡെപ്താണ് വാക്കുകളിൽ. അതാണ് സ്പീച്ചിന് ഇവിടെ പറഞ്ഞതും സെപ്പറേറ്റ് ലാംഗ്വേജിൽ നിന്ന് എടുത്തു പറഞ്ഞു. ലാംഗ്വേജിൽ ക്ലാരിറ്റിക്കാണ് ഇവിടെ പ്രസക്തി. എന്തോ ആപത്ത് വരുന്നുണ്ട്, ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. മറ്റേത് എന്ന് പറഞ്ഞിട്ട് ഓടിയാൽ മതി. അപകടമെന്ന് മനസ്സിലാക്കാൻ വേറെ കൂടുതലൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട്, ഇനി അത് ഏതെങ്കിലും മോഡേൺ ടെക്നിക്സ് ആയിരിക്കാം, ഈവൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ പോലെയുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയിട്ടും നിങ്ങൾക്ക് ആശയവിനിമയം നടത്താം. നിങ്ങൾ ഏത് മാർഗം ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട്, അതാണ് നമ്മുടെ പ്രശ്നം. അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കും കമ്മ്യൂണിക്കേഷനിൽ പങ്കെടുക്കുന്ന ആൾക്കും ഒരേ ഇഫക്റ്റ് കിട്ടിയാൽ, അല്ലെങ്കിൽ എന്താണോ ആശയവിനിമയം നടത്തിയത് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായിട്ടുള്ള വിജയമായി തീർന്നിരിക്കുന്നു. ക്ലിയർ അല്ലേ? പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, take place when people make their thoughts and wishes known to one another. Mass communication happens when messages are sent to a large audience. Books, newspaper, radio, television and new media are some of the means of mass communication. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരാശയമോ ഒരു ചിന്തയോ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. എന്നാൽ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വലിയ ജനവിഭാഗത്തിലേക്ക് ആശയ കൈമാറ്റം നടക്കുന്നുണ്ടെങ്കിൽ, അതാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, 1 person to a large audience. ട്രാൻസ്ഫോർമേഷനാണ്, ഒരു ആളിൽ നിന്ന് ഒരുപാട് ആളുകളിലേക്കുള്ള മാറ്റം. ഇതിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു വലിയ വിഭാഗത്തോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ പേഴ്സണോട് മറ്റൊരു പേഴ്സൺ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ അല്ല. ആ ഒരു ഡിഫറൻസ് അതിനുപയോഗിക്കുന്ന മീഡിയത്തിൽ കൊണ്ടുവരും. എനിക്ക് മറ്റൊരാളോട് സംസാരിക്കാൻ എനിക്ക് എൻ്റെ ഫോൺ ഉപയോഗിച്ചാൽ മതി. എൻ്റെ മീഡിയം എന്ന് പറയുന്നത് എൻ്റെ മൊബൈൽ ഫോണാണ്. നേരെ മറിച്ച് എനിക്കൊരു മാസ് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ TV, റേഡിയോ, ന്യൂ മീഡിയ, ബുക്സ്, ന്യൂസ് പേപ്പർ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു മാധ്യമത്തെ ഞാൻ ഉപയോഗപ്പെടുത്തണം. ഇതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത. കമ്മ്യൂണിക്കേഷനിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്, വ്യത്യാസം എന്ന് പറയുന്നത് ഉപയോഗപ്പെടുത്തുന്ന മീഡിയത്തിനെ ബേസ് ചെയ്തിരിക്കും. നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായി സാധാരണ രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു മാസ് മീഡിയത്തിൻ്റെ സഹായം ആവശ്യമില്ല. നമ്മളിപ്പോൾ പറഞ്ഞ മാസ് മീഡിയത്തിൽ ഏതെങ്കിലും ഒന്ന്, ബുക്ക്, ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, ന്യൂ മീഡിയ. ന്യൂ മീഡിയയിൽ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഒക്കെ പെടും. ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റിയോടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? The term originates from the Latin word communis, which means
കോമൺ. ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂണിസ് എന്ന വാക്കിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് ഉണ്ടായി വന്നിട്ടുള്ളത്. അത് നിങ്ങൾ ഇനി പലപ്പോഴും കേൾക്കുന്നൊരു കാര്യമായിരിക്കും. പല വാക്കുകളും പല ഗ്രീക്ക് ലാറ്റിൻ വേർഡുകളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അതിന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പോകുന്നൊരു വാചകമാണ്. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെ അതിനൊരു വാക്ക് കണ്ടെത്തണം എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ ആയി എന്ന് വരില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലോ ഉണ്ടായ ഒരു വാക്കിനെ ആ വാക്കിനെ തന്നെ നേരിട്ടെടുത്തുകൊണ്ട് അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഇതാണ് എന്ന് സ്ഥാപിച്ചെടുക്കും. പറഞ്ഞ ആശയം മനസ്സിലായോ? ഇപ്പം കമ്മ്യൂണിസ്റ്റ് എന്നൊരു വാക്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ ഇവിടെ? ലാറ്റിനിലെ അർത്ഥം കോമൺ എന്നാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത്. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവർ ആ കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് കടമെടുത്ത് അതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക. ഇങ്ങനെ പല വേർഡുകളും ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിനോട്ട്സ് ദി ആക്ട് ഓഫ് ഇംപാർട്ടിങ്, കൺവേയിങ് ഓർ എക്സ്ചേഞ്ചിങ് ഐഡിയ ത്രൂ സ്പീച്ച്, റൈറ്റിംഗ് ഓർ സൈൻസ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, കോമൺ എന്ന് പറയുന്നത് വാക്കുകളിലൂടെ, അക്ഷരങ്ങളിലൂടെ, ചില ആംഗ്യങ്ങളിലൂടെ ഒരു പ്രത്യേക ആശയം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യുക എന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ നീഡ്സ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്സ് and it is as important as the physical requirement for food and shelter. Thus communication can be considered as an individual as well as social need. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും, ഉറപ്പാണ്. അതിന് ഭാഷ വേണം നിർബന്ധമില്ല. ഞാൻ പറഞ്ഞു, സംസാരിക്കാൻ കഴിയാത്ത ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റില്ലേ? അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അവർക്ക് തോന്നുന്ന തോന്നലുകൾ മറ്റുള്ളവരുമായിട്ട് പ്രകടിപ്പിക്കുന്നില്ലേ? ഈ പ്രകടിപ്പിക്കാനുള്ള അവരുടെ കഴിവാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. വിശക്കുമ്പോൾ ഒരു കുട്ടി കരയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാമെന്നുള്ളതാണ്. ആ കൊച്ചു കുട്ടി കരയുമ്പോൾ അമ്മ പാല് കൊടുക്കാൻ തയ്യാറാകുന്നത് ആ ആശയം ആ അമ്മയിലേക്ക് എത്തിയത് കൊണ്ടാണ്. എൻ്റെ കുട്ടിക്ക് വിശക്കുന്നുണ്ട് എന്നുള്ള ആശയം കുട്ടിയുടെ കരച്ചിലൂടെ അമ്മയിലേക്ക് കൺവേ ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾ ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൻ്റെ സീരിയൽ രൂപത്തിലായാലും കണ്ടിട്ടുണ്ടായിരിക്കും, ബുക്കായിട്ട് വായിച്ചിട്ടുണ്ടായിരിക്കും. ബാലരമ മലയാളത്തിൽ അത് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളൊരു കഥയാണ്. ഒരു കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന ഒരു കുട്ടി കാട്ടിലെ മൃഗങ്ങളുമായിട്ട് എത്രത്തോളം താദാമ്യം പ്രാപിക്കുന്നു എന്നുള്ളതും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതും. ഇപ്പം അതിനെ ഡിസ്നി അവരുടെ ഒരു സിനിമയാക്കി മാറ്റി അതിലെ കഥാപാത്രങ്ങൾ മൗഗ്ലിയോട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഒരു റിയാലിറ്റി അല്ല, പക്ഷേ അങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ടായിട്ടുണ്ട്. മൃഗങ്ങൾ സംസാരിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. മൃഗങ്ങൾ ആ കുട്ടിയുമായിട്ട് ആശയവിനിമയം നടത്തുകയും ആ കുട്ടിയുമായിട്ട് ഒത്തുചേർന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലൈഫ് ഓഫ് പൈ എന്ന സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും.
അതും ഇതുപോലെ തന്നെ ഒരു താദാമ്യം പ്രാപിക്കലാണ്. മറ്റു മനുഷ്യരുമായിട്ട് കോണ്ടാക്റ്റിൽ വരാത്ത, കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മൃഗങ്ങൾ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡാണ്, ഫണ്ടമെൻ്റൽ നീഡാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ സാധ്യതകളെ പരിഗണിക്കുകയാണ്. ഞാൻ എൻ്റെ ജസ്റ്ററുകൾ, ഇപ്പോൾ ചില സമയങ്ങളിൽ എൻ്റെ കൈ ഉയർന്നു, ആ കൈ മുകളിലേക്ക് വരുന്നത് എനിക്ക് ആ ആശയം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ മാനറിസത്തിൻ്റെ ഭാഗമാണ്. ഇതിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് എന്ന് ഞാൻ സ്വയം തിരിച്ചറിയുന്നത് കൊണ്ടാണ് എൻ്റെ ശബ്ദം ഉയരുന്നത്. എൻ്റെ അവയവങ്ങൾ അതിനനുസരിച്ച് അതിനോട് പ്രതികരിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ വിച്ച് മീൻസ് ഇറ്റ്സ് എ എക്സ്ചേഞ്ച് ഓഫ് മാറ്റേഴ്സ് ലൈക്ക് sounds and writings which impart something to others, and it's ഇങ്ങനെ എനിക്ക് ഈ വിഷയം സംസാരിക്കാൻ അറിയാം. പക്ഷെ ഞാൻ ആ വേ ചൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഞാനെൻ്റെ ശബ്ദമുയർത്തും, അതിൻ്റെ ഗാംഭീര്യം വർദ്ധിപ്പിക്കും. ഞാൻ ചിലപ്പോൾ എൻ്റെ കൈകൾ ഉയർത്തി സംസാരിക്കും. ഇത് ഈ കമ്മ്യൂണിക്കേഷൻ 100% സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ? Communicating with one another is a basic need for every human being, and the denial of this need poses a threat to a person's meaningful existence. For example, the severest punishment for a child or student is to be isolated, to be left alone, and not to be spoken to. Grown-ups too, and especially the aged, need company and other person to communicate. The courts send the culprit to prisons, thus starving them of the basic need and fundamental right to communicate. വലിയൊരു ആശയമാണ് ഇവിടെ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിന് മനുഷ്യൻ തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ? നമ്മളുടെ പ്രാർത്ഥനകൾ, നമ്മളുടെ നല്ല ചിന്തകൾ, നമ്മളെ തന്നെ വിലയിരുത്തുന്നത് ഒക്കെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഇവിടെ പറയാണ്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, വളർന്നു വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ ശിക്ഷ ആരോടും മിണ്ടാതെ, ആരോടും സംസാരിക്കാനില്ലാതെ അവനൊരു മുറിയിൽ അടച്ചിടുന്നതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, ഈ വേദന ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ഒരു വിഭാഗം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം അവരോട് സംസാരിക്കാനോ അവരോടൊരു നല്ല വാക്ക് പറയാനോ അവർക്ക് പറയാനുള്ളത് കേൾക്കാനോ ആരുമില്ലാതെ ആവുന്നതിൻ്റെ വേദന കൃത്യമായിട്ട് അറിയുന്നവരാണ് അവർ.
ആ വേദനയെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അവരുടെ സ്ഥാനത്ത് എത്തണം. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യപ്പെടണം. അതിന് നമ്മൾ അത്രയും ദൂരം സഞ്ചരിച്ച് അവരുടെ ഒപ്പം എത്തണം. പക്ഷെ നമ്മൾ എത്തുമ്പോഴേക്കും കാലം നമ്മളോട് പറയും, ഇനി നിനക്ക് പരിഹാരം ചെയ്യാനുള്ള അവസരമില്ല. നിൻ്റെ അച്ഛനും അമ്മയും വിഷമിച്ചു, ഇന്ന് നീ ആ പ്രായത്തിലെത്തിയപ്പോൾ നിൻ്റെ മക്കൾ നിന്നോട് ഇത് തന്നെ ചെയ്യുന്നു, നീ വിഷമിക്കുന്നു. ഒരു കാര്യമില്ല. പ്രായശ്ചിത്തം ചെയ്യാൻ നിൻ്റെ അച്ഛനും അമ്മയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. വല്ലാത്തൊരു ഘട്ടമാണ്. പ്രായമായവരുടെ ഏറ്റവും വലിയ പ്രശ്നം, പ്രതിസന്ധി അതാണ്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരോട് സംസാരിക്കാൻ, അവർക്ക് സംസാരിക്കാനുള്ളത് കേൾക്കാൻ ആരുമില്ല എന്നുള്ള തോന്നൽ. അതാണ് ലോകത്തിലേക്കും വെച്ച ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷ. ചില സമയങ്ങളിലൊക്കെ കോടതി ശിക്ഷ വിധിക്കുമ്പോൾ പലർക്കും കൊടുക്കുന്ന ശിക്ഷയും ഇങ്ങനെയായിരിക്കും. കോടതി പിരിയുന്നത് വരെ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നിൽക്കുക. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്ത് ശിക്ഷയാണ്, ഇതിനൊക്കെ പണിഷ്മെൻ്റ് എന്ന് വിളിക്കാൻ പറ്റൂ? കോടതി പിരിയുന്നത് വരെ ഒരാളോട് മിണ്ടാണ്ട് കോടതി വരാന്തയിൽ നിൽക്കാന്ന് പറഞ്ഞാണ്ടല്ലോ, അനുഭവിച്ച് തന്നെ അറിയണം അതിൻ്റെ വിഷമവും അതിൻ്റെ ബുദ്ധിമുട്ടും എത്രത്തോളം ഉണ്ടെന്നുള്ളത്. വീട്ടിൽ ചെറിയ കുട്ടികൾ കുറുമ്പ് കാണിക്കുമ്പോൾ പാരൻസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. പോയി മുക്കിൽ പോയി നിൽക്കറ, അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കറ, കൈ കെട്ടി നിൽക്കറ, മിണ്ടാതിരിക്കറ, അല്ലേ? കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ, പ്രതിസന്ധി നിറഞ്ഞ ഘട്ടമാണത്. ആരോടും മിണ്ടാതിരിക്കുക. അവർ ഇപ്പോഴും കലബില എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവർക്ക് അതാണ് ഏറ്റവും സന്തോഷം കൊടുക്കുന്ന കാര്യം. ആ സമയം കുട്ടികൾ സംസാരിക്കുമ്പോൾ ആ വീട്ടിനകത്തുള്ളവരൊക്കെ കുട്ടികളുടെ മുഖത്ത് നോക്കാണ്ട് വേറെ എവിടേക്കാണ് നോക്കിയിരിക്കും. കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കും. കുട്ടിയോടെ കിടന്ന് പറയണ്ടാവും. കുറേ കഴിയുമ്പോൾ കുട്ടിക്കത് താങ്ങാൻ പറ്റാത്തൊരു വിഷമമാവും. കാരണം ആരും അവനെ ശ്രദ്ധിക്കാനില്ല എന്നറിയുമ്പോൾ അപ്പം കുട്ടികൾ എന്ത് ചെയ്യുന്നറിയും? പൊതുവേ കുട്ടികൾ ചെയ്യുന്നൊരു രീതിയാണ്, എന്തെങ്കിലും ഒരു ചെറിയ കുറുമ്പ് കാണിക്കും. അപ്പം അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. എന്തെങ്കിലും എടുത്ത് വലിച്ചെറിയുകയോ എന്തെങ്കിലും എറിഞ്ഞ് പൊട്ടിക്കുകയോ ചെയ്താൽ ഉടനടി അവൻ അറ്റൻഷൻ കിട്ടും. നമ്മളെപ്പോഴും മറ്റുള്ളവരെ കേൾക്കാനും മറ്റുള്ളവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ അത് പലരോടും ചെയ്യാൻ കഴിയുന്ന വലിയൊരു നന്മയായിരിക്കും. സാറേ, ഈ ഒരു നന്മ പ്രതീക്ഷിച്ചിട്ടാണ് 3 മണിക്കൂറിൻ്റെ എക്സാമിൻ്റെ സമയത്ത് അപ്പുറത്തിരുന്നവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ഞാൻ കേൾക്കാൻ തീരുമാനിച്ചു. അവൻ്റെ ഒരു ബേസിക് നീഡ് ഞാൻ ഫുൾഫിൽ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ചെയ്തത് തെറ്റാണോ? അടിച്ച് കണ്ണ് കളയേണ്ട പരിപാടിയാണ് ചെയ്തത്. അതിൽ യാതൊരു തർക്കമില്ല. ചിലയിടത്ത് ചില റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസിനെ മറികടക്കാനായിട്ട് നിങ്ങൾ ആരും ശ്രമിക്കരുത്. ശ്രമിച്ചാലും അത് നിങ്ങളെക്കൊണ്ട് പറ്റാത്ത ചില മേഖലകളുണ്ടാവും. അവിടെ നിങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് വിപരീതമായിട്ടുള്ള ഫലം ചെയ്യാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. We live in a mediated society. Many of our ideas about the world, knowledge of what is happening and the values mostly come from the media. Our idea of the world are delivered largely from the modern media, which produce and package versions of events and issues in their output, and which we consume as part of our daily lives and situations. The emergence of internet and social media networks in particular have revolutionized the manner in which we communicate with one another. The media therefore has a very strong influence on us, both as individuals and as society. അപ്പോൾ മാധ്യമങ്ങൾക്ക്
നമ്മുടെ ലൈഫിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമുക്ക് ചുറ്റും നടക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ എന്താണ് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാട്ടിത്തരുന്നത് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത മാധ്യമങ്ങളാണ്. അപ്പോൾ മാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ മോസ്റ്റ് പ്രോബബ്ലി സാധ്യമല്ല. ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളൊരു മീഡിയയുമായിട്ട് നിർബന്ധമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. കണക്ട് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം അവരാണ് നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ ചിന്തകൾ ഒക്കെ പകർന്നു തരുന്നു. അപ്പോൾ ഒരൊഴിവാക്കിക്കൊണ്ട് പുതിയൊരു ചിന്തയിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയാം. ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെ നമുക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചാൽ അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യണം? ഡിഫൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ വ്യക്തവും കൃത്യവുമായി സ്ഥാപിച്ചെടുക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകൾ അവരുടെ പേഴ്സ്പെക്റ്റീവിലൂടെ, അവരുടെ ആംഗിളിലൂടെ എന്തിനെക്കുറിച്ചാണ് അവർ പറയുന്നതെന്ന്, അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് അവരവരുടെ ഭാഷയിൽ പറഞ്ഞു വയ്ക്കും. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞു. മഹാത്മാഗാന്ധി പറഞ്ഞു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. നിങ്ങളത് ഒരു സ്ഥലത്ത് കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതുകയാണ് എൻ്റെ സന്ദേശമാണ് എൻ്റെ ജീവിതം ബൈ മഹാത്മാഗാന്ധി. ശരിയാവോ? ശരിയാവില്ല, തെറ്റാണ്. ഗാന്ധിജി പറഞ്ഞ അങ്ങനെയല്ല. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. എൻ്റെ സന്ദേശമാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിയാവൂ? എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഡെഫിനീഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ ആ പെർട്ടിക്കുലർ വ്യക്തി ആരും ആയിക്കോട്ടെ, അയാൾ എങ്ങനെയാണോ കമ്മ്യൂണിക്കേഷനെ ഡിഫൈൻ ചെയ്തത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അതർവൈസ് നിങ്ങൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ അത് പിന്നെ അയാളുടെ ഡെഫിനേഷൻ അല്ല, നിങ്ങളുടെ ഡെഫിനേഷനാണ്. നിങ്ങൾ ന്യൂട്ടനെ കുറിച്ച് പഠിക്കുമ്പോൾ, ന്യൂട്ടൻ്റെ തിയറിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, തിയറി ഓഫ് മോഷൻ, ചലന നിയമം, അതിന് ന്യൂട്ടൻ മൂന്ന് നിയമമാണ് പറഞ്ഞത്. ഈ 3 നിയമങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞു പഠിക്കുന്ന പോലെ തന്നെ നിർബന്ധമായിട്ടും പഠിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ പറയും, ഫിസിക്സ് അധ്യാപകൻ പറയും. തെറ്റരുത്. 1-ാം ചലന നിയമം ഏത്, 2-ാം ചലന നിയമം ഏത്, 3-ാമത്തേത് ഏത്, ഇതിങ്ങനെ തന്നെ പഠിക്കണം. 1-ാമത്തേത് 2-ാമത്തേതായിട്ട്, 2-ാമത്തേത് 3-ാമത്തേതായിട്ട്, 3-ാമത്തേത് 2-ാമത്തേതായിട്ടും പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. സോറി. കാരണം ഇത് ന്യൂട്ടൻ്റെ തിയറിയാണ്. ന്യൂട്ടൻ്റെ തിയറി ന്യൂട്ടൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ മാത്രമേ അത് ന്യൂട്ടൻ്റെ തിയറി ആവുള്ളൂ. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും തിയറിയാണ്. നിങ്ങളുടെ തിയറിക്കല്ല ഇവിടെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. പറഞ്ഞൊരു വ്യക്തി എന്താണോ പറഞ്ഞു വച്ചിരിക്കുന്നത് അത് അക്ഷരം പ്രതി തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രം ആ വ്യക്തിയുടെ പേരെഴുതും. ഇല്ലെങ്കിൽ ഇൻ എ ലാർജർ സെൻസ്, ഇൻ എ ഡെഫിനിഷൻ, ഇൻ എ പോയിന്റ് ഓഫ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഡെഫിനിഷൻ എഴുതാനായിട്ട് ശ്രമിക്കുക. അല്ല, നിങ്ങൾക്ക് ആളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം, ആൾ പറഞ്ഞത് പെർഫെക്റ്റായിട്ട് അക്ഷരം പ്രതി
നിങ്ങൾക്ക് തിരിച്ചു പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ദ വേർഡ്സ് ഓഫ് ജോസഫ് എ ഡേവിറ്റോ ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ബൈ വിൽബർ ഷാം, ഇങ്ങനെ ഏതെങ്കിലും ഒരു സോഷ്യോളജിസ്റ്റിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറയാം. അല്ലാത്ത പക്ഷം പേരുകൾ ഉപയോഗിക്കാതിരിക്കുക, വളരെ വേഗമായിട്ട് പറഞ്ഞു പോകും. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ച് ഡെഫിനിഷനുകൾ പരിചയപ്പെടാം. സിംപ്ലി ഡിഫൈൻഡ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ദി ആർട്ട് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ, ഐഡിയ, ആറ്റിറ്റ്യൂഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. ഏതെങ്കിലും ഒരു ഇൻഫർമേഷനോ ഐഡിയയോ സംതിങ്, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് പോലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുത്താൽ അതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇതാരും പറഞ്ഞു വെച്ച ഡെഫിനിഷനൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു സെൻസിൽ എടുക്കാവുന്ന ഒരു ഡെഫിനിഷൻ മാത്രം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് എ മെസ്സേജ് ഫ്രം എ സോഴ്സ് ടു ആൻ ഓഡിയൻസ് ത്രൂ എ ചാനൽ. 3 കാര്യങ്ങളാണ് പറയുന്നത്. ഫ്രം എ പേഴ്സൺ ടു ആൻ ഓഡിയൻസ് ത്രൂ എ ചാനൽ. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ആദ്യത്തേത് സെൻഡറാണ്, സോഴ്സ് വേണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാളെ മുതൽ നിങ്ങളെല്ലാവരും യൂണിഫോം ധരിച്ച് കോളേജിൽ എത്തിച്ചേരണം. ഇത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു ആശയമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള എൻ്റെ മെസ്സേജാണ്. അപ്പോൾ ഇവിടെ സോഴ്സ്, സെൻഡർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന വ്യക്തി ഞാനാണ്. ഹൂ ഇസ് ദ സെൻഡർ എന്ന് ചോദിച്ചാൽ, ഇൻ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ അരുൺ ഫ്രാൻസിസ് ഇസ് ദ കമ്മ്യൂണിക്കേറ്റർ ഓർ ദ സോഴ്സ് ഓർ ദ സെൻഡർ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു ടു ആൻ ഓഡിയൻസ്. ഇവിടെ ഓഡിയൻസ് ആരാ? എൻ്റെ വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങളെല്ലാവരും എൻ്റെ ഓഡിയൻസാണ്. ചിലപ്പോൾ ഞാൻ ഒരു കുട്ടിയോട് പറയും, ഫിദ നാളെ വരുമ്പോൾ ഇത്ര രൂപ കോളേജിൻ്റെ ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. ഇത് ഫിദയോട് മാത്രമുള്ള കമ്മ്യൂണിക്കേഷനാണ്. എൻ്റെ ഓഡിയൻസ് ആരാ? ഫിദ മാത്രമേ ഉള്ളൂ, സിംഗിൾ പേഴ്സണേ ഉള്ളൂ. ഞാനും ഫിദയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. നാളെ ഞാൻ 2 പേരോട് പറയാണ്, ഫയാസിനോടും സാന്ദ്രയോടും കൂടിയിട്ട് പറയാണ്, ഫയാസ് ആൻഡ് സാന്ദ്ര, യു ഷുഡ് ഇൻഫോം ഇൻ ദ കോളേജ് ഓഫീസ് ബിഫോർ ലീവിങ് ദ കോളേജ് എന്ന് പറഞ്ഞാൽ അവർ 2 പേരും ഇന്ന് കോളേജ് വിടുന്നതിന് മുമ്പ് കോളേജിൻ്റെ ഓഫീസിൽ പോകണം. അപ്പം എൻ്റെ ഓഡിയൻസ് ആരാ? അവർ 2 പേരാണ്, ഫയാസും സാന്ദ്രയാണ്. ആശയം മനസ്സിലായല്ലോ? ഇനി ഇവിടെ ഒരു ചാനൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള ചാനൽ ഏഷ്യാനെറ്റ്, സൂര്യ, സൺ മ്യൂസിക്, ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ് ആണോ ചാനൽ? ചാനൽ എന്ന് പറഞ്ഞാൽ ഏതാണ് മാർഗം, വഴി? നിങ്ങൾ ഉപയോഗിച്ച വഴി ഏത് എന്നുള്ളതാണ്. നിങ്ങളുടെ മെസ്സേജ് കൺവേ ചെയ്തു പോയ മാർഗം, അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജിനെ കൊണ്ടുപോയ വാഹനം, അതിനെയാണ് നമ്മളിവിടെ ചാനൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ നടത്തിയ കമ്മ്യൂണിക്കേഷനിൽ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് സൗണ്ട് വേവ്സ്, ശബ്ദതരംഗങ്ങൾ. ശരിയല്ലേ? കോളേജ് ഓഫീസിലേക്ക് 2 വിദ്യാർത്ഥികൾ പോകണമെന്നുള്ളത് എൻ്റെ ബോധമണ്ഡലത്തിൽ നിന്ന് ഉത്ഭവിച്ച് വാക്കുകളായി അതിനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് അത് ശബ്ദ തരംഗങ്ങളായി നിങ്ങളുടെ ചെവിയിലേക്ക് എത്തി.
അതാണ് ചാനൽ എന്ന് പറയും. അപ്പം 3 കാര്യങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ വേണമെന്നുള്ളത് ഉറപ്പായി. ഒരു സെൻഡർ വേണം, ഒരു റിസീവർ വേണം, ഒരു ചാനൽ വേണം. ഇത്രയായ കമ്മ്യൂണിക്കേഷനായോ? ആയിട്ടില്ല, ഇനിയും വേണം. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, in conversation, which is the most common type of communication, the person who speaks is the source and the person who listens is the audience. What is transmitted by the person who speaks is the message and the spoken voice carried through the air is the channel. ഇവിടെ പറയാണ്, പറഞ്ഞ വ്യക്തി സെൻഡർ, കേട്ട വ്യക്തി ഓഡിയൻസ് അല്ലെങ്കിൽ റിസീവർ. പറഞ്ഞ കാര്യമെന്തോ അതാണ് മെസ്സേജ്. ശബ്ദങ്ങളായിട്ട് അത് കാറ്റിലൂടെ ഇങ്ങനെ പ്രതിഫലിച്ച് നിങ്ങളിലേക്ക് എത്തിയതിനെ ചാനൽ എന്നും വിളിക്കുന്നു. 4 ആൾക്കാരായി: സെൻഡർ, റിസീവർ, ചാനല്, മെസ്സേജ്. 4 പേര്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഡെഫിനിഷൻ പൂർണ്ണമല്ലാത്തത്. ശരിക്കും ഒരു പൂർണ്ണമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അതിനകത്ത് നിർബന്ധമായിട്ടും 10 പേരുണ്ടായിരിക്കണം. അതാണ് എലമെൻറ്റ്സ്, ചേരുവകൾ. കുക്കറി ഷോയൊക്കെ നടത്തുമ്പോൾ കണ്ടിട്ടില്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറേബ്യൻ സ്റ്റൈൽ ഡിഷാണ്. ഇതിൻ്റെ പേര് ഒക്കലോമോ കുക്കു കുക്കു എന്നാണെന്ന് വിചാരിക്കൂ. വെറുതെ ഒരു പേര് വിചാരിക്കൂ. ഇതിനു വേണ്ട ചേരുവകൾ ഏതൊക്കെയെന്ന് ഞാൻ ആദ്യമേ പറയാം. ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയ എല്ലില്ലാത്ത ചിക്കൻ 1 കിലോ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി വലിയ ടേബിൾ സ്പൂൺ 3 വീതം, ഉപ്പ് പാകത്തിന്, തയ്യാറാക്കുന്ന വിധം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ പറയുന്നു. നിങ്ങൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിലേക്ക് എന്തൊക്കെ ചേരുവകൾ, എന്തൊക്കെ വസ്തുക്കൾ വേണം എന്ന് ചോദിച്ചാൽ 10 എലമെൻറ്റ്സ് ആണ് അതിനാവശ്യമായിട്ടുള്ളത്. ആ എലമെൻറ്റുകളിൽ 4 എണ്ണം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. സ്പീക്കർ അല്ലെങ്കിൽ സോഴ്സ്, സെൻഡർ, എങ്ങനെ വേണമെങ്കിലും പറയാം. രണ്ടാമത്തേത് റിസീവർ എന്ന് വിളിക്കാം, ഓഡിയൻസ് എന്ന് വിളിക്കാം. പ്ലൂരൽ ആണെങ്കിൽ ഓഡിയൻസ് എന്നും, സിംഗുലർ ആണെങ്കിൽ റിസീവർ എന്നും പറയാം. എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ആശയം അതിനെ മെസ്സേജ് എന്ന് വിളിക്കാം. എന്തിലൂടെയാണോ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് അതിനെ ചാനൽ എന്ന് വിളിക്കാം. Communication has been defined in a number of ways, but we do not wish or need to be tied to one particular definition, since the authors we refer to have different notion of the concept. ഇനി പലരും പറഞ്ഞിട്ടുള്ള അവരുടേതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡെഫിനിഷൻ. Ban and Hawkins define communication as the process of, ഇനി പറയുന്ന വാചകം അവർ പറഞ്ഞ പോലെ തന്നെ പറയാനായിട്ട് പറ്റണം. Sending and receiving messages through channel which establish common meaning between a source and receiver. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. സെൻഡിങ് ആൻഡ് റിസീവിങ് പ്രോസസ്സാണ്. മെസ്സേജിൻ്റെ ത്രൂ എ ചാനൽ ഉണ്ടായിരിക്കണം. പക്ഷേ ഇവിടുത്തെ ബേസിക് നീഡ് എന്ന് പറയുന്നത് വിച്ച് ക്രിയേറ്റ് എ കോമൺ മീനിങ് ഇൻ ബിറ്റ്വീൻ സെൻഡർ ആൻഡ് ദ റിസീവർ. ദമ ആൻഡ് ഭട്നാഗർ ഇൻ ദയർ വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ഡിഫൈൻ communication as a process of social interaction. According to Rogers and Schumacher, communication is the process which messages are transferred from a source to receiver.
മൊത്തം 3 ഡെഫിനിഷനാണ് ഇപ്പോൾ കണ്ടത്. അതിൽ ആദ്യത്തേതിൽ പറയുന്നു സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ത്രൂ ചാനൽ വിച്ച് ക്രിയേറ്റ് എ കോമൺ മീനിങ് ഇൻ ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. രണ്ടാമത്തേത് പറയുന്നു ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ, സാമൂഹികപരമായിട്ടുള്ള ആശയവിനിമയ സാധ്യതയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടീം പറയുന്നു ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് മെസ്സേജസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം എ സോഴ്സ് ടു റിസീവർ. ഒരു സോഴ്സിൽ നിന്ന് മറ്റൊരു റിസീവറിലേക്കുള്ള ആശയ കൈമാറ്റത്തെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഡെഫിനേഷനായിട്ട് എഴുതാം. ചില സമയങ്ങളിൽ 2 or 3 ഡെഫിനേഷൻ എഴുതുക എന്ന് പറയാറുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഡെഫിനേഷൻ അടുത്തത് ഞാൻ പറയാൻ പോകുന്നതാണ്. ഇത് ഒരു കാരണവശാലും മറക്കരുത്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷനാണ്. ഇതുപോലൊരു ഡെഫിനേഷൻ വേറെ ഒരാളും ഇതിനു മുൻപ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഡെഫിനേഷനാണ്. അക്കോർഡിംഗ് ടു ജോസഫ് എ ഡെവിറ്റോ, അദ്ദേഹത്തിൻ്റെ പേരാണ് ജോസഫ് എ ഡെവിറ്റോ, കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു the act by one or more persons of sending and receiving messages distorted by noise within a context with some effect and with some opportunity for feedback. ഇത് ജോസഫ് എ ഡെവിറ്റോ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിലൊരു തെറ്റും വരാൻ പാടില്ല കേട്ടോ, ഒരു വാക്ക് പോലും മാറാൻ പാടില്ല. ഇങ്ങനെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അദ്ദേഹം പറയുന്നു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നോ അതിലധികം വ്യക്തികളോ ചേർന്ന് മെസ്സേജ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രക്രിയയിൽ നോയ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർട്ടഡ് ബൈ നോയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിച്ച് ഈസ് ക്രിയേറ്റിംഗ് എ ബ്ലോക്ക്, ആരാണോ ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നോയ്സ് എന്ന് വിളിക്കേണ്ടത്. നോയ്സ് അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ വിത്തിൻ എ കോണ്ടെക്സ്റ്റ് എന്താ? കോണ്ടെക്സ്റ്റ് സാഹചര്യമാണ് കോണ്ടെക്സ്റ്റ്. ഏതൊരു പ്രവർത്തിക്കും ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പ്രകൃതിയാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. പലപ്പോഴും കൊലപാതകം ചെയ്തു കഴിയുമ്പോൾ എന്താണ് കൊല നടത്താനുണ്ടായ സാഹചര്യം? കോണ്ടെക്സ്റ്റ് എന്താണ്? ഇനി എങ്ങനെയാണ് ഈ കോണ്ടെക്സ്റ്റ് കമ്മ്യൂണിക്കേഷനിൽ പ്രകടമായിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്നത് എന്നുള്ളത് ഞാൻ തുടർച്ചയായിട്ട് വരുന്ന ഭാഗങ്ങളിൽ പറയും. നിങ്ങളിപ്പോൾ കോണ്ടെക്സ്റ്റ് എന്നുള്ള വാക്ക് പഠിക്കൂ. വിത്തിൻ എ കോണ്ടെക്സ്റ്റ്. ഇനി പറയുന്നു വിത്ത് സം ഇഫക്റ്റ് ആൻഡ് വിത്ത് സം ഓപ്പർച്യൂണിറ്റി ഫോർ ഫീഡ്ബാക്ക്. വിത്ത് സം ഇഫക്റ്റ്, അവിടെ പറയുന്നു ഇഫക്റ്റ് എന്തായാലും ഉണ്ടാവും, അതിൽ വേറൊരു തർക്കമില്ല. ഇഫക്റ്റ് ഇല്ലാതെ ഒരു കമ്മ്യൂണിക്കേഷനും നടക്കുന്നില്ല. പക്ഷെ രണ്ടാമത്തെ പറയുന്നു ആൻഡ് വിത്ത് സം ഓപ്പർച്യൂണിറ്റി, സാധ്യതയുള്ളൂ ഫോർ ഫീഡ്ബാക്ക്. അവിടെ ഫീഡ്ബാക്കിന് നിർബന്ധമില്ല, പക്ഷെ ഇഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ ഉറപ്പ് പറയുന്നില്ല, ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പോൾ ഉണ്ടാവില്ല, അത്രേ പറയാനായിട്ട് ഇപ്പോൾ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് കൃത്യമായിട്ട് കാണാതെ തന്നെ പഠിക്കുക. അക്കോർഡിംഗ് ടു ജോസഫ് എ ഡെവിറ്റോ, കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ആൻ ആക്ട് ബൈ വൺ ഓർ മോർ പേഴ്സൺസ് sending and receiving messages distorted by noise within a context, within an effect, with some opportunity for feedback. ഇങ്ങനെ തന്നെ പഠിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കമ്മ്യൂണിക്കേഷൻ ഡെഫിനിഷനാണ്. ഇതറിയാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇനി അടുത്തൊരു കമ്മ്യൂണിക്കേഷൻ ഡെഫിനിഷൻ. Wilbur Sham, a leading communication scholar, defined communication as a sharing process. He traces the word communication to the Latin word communis, which means common. According to him, Wilbur Shamനെ സംബന്ധിച്ചിടത്തോളം
when we communicate, we are trying to establishing a commonness with someone. That is, we are trying to share an information, idea or attitude with someone. For Shyam, the essence of the communication is getting the receiver and the sender tuned together for particular message. The other important definitions are given below. അപ്പോൾ ഷ്യാം പറയുന്നു ഇതൊരു സോഷ്യൽ ഷെയറിംഗ് പ്രോസസ്സാണ്. അതിലൂടെ ഒരു കോമൺനെസ് രണ്ടു പേർക്കിടയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇനി മറ്റുള്ളവരുടെ നോക്കാം. തിയോഡോസൺ ആൻഡ് തിയോഡോസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡെഫിനിഷനാണ്: ദ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ, ഐഡിയ, ആറ്റിറ്റ്യൂഡ് ഓർ ഇമോഷൻ ഫ്രം one person to a group of another, primarily through symbols. സിംബൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തിയിലേക്കോ മറ്റു വ്യക്തികളിലേക്കോ ആറ്റിറ്റ്യൂഡ്, ഇൻഫർമേഷൻ, ഐഡിയ, ഇമോഷൻ എന്ത് കൈമാറ്റം ചെയ്യപ്പെട്ടാലും അതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് തന്നെയാണ് വിളിക്കുക. തിയോഡോസൺ ആൻഡ് തിയോഡോസൺ എന്ന വ്യക്തിയുടെ ഡെഫിനിഷനാണ്. രണ്ടാമത്തേത്, കമ്മ്യൂണിക്കേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് സോഷ്യൽ ഇൻ്ററാക്ഷൻ ത്രൂ മെസ്സേജസ്. ജോർജ് ജേർബനർ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ്. കമ്മ്യൂണിക്കേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് സോഷ്യൽ ഇൻ്ററാക്ഷൻ ത്രൂ മെസ്സേജസ്. വളരെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ജോസഫ് എ ഡെവിറ്റോടെ പഠിക്കുക. കൂടെ 2-3 എണ്ണം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. Thus, in the most general term, communication implies a sender, channel, message, receiver, relationship between sender and receiver, effect, context in which communication occurs, and a range of things to which messages refer. അപ്പോൾ ഇവിടെ 7-8 കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനിങ്ങനെ വേഗമായിട്ട് പറഞ്ഞു പോയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് ഓരോ എലമെൻറ്റും വരാവുന്ന രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ടാണ് ജോസഫ് എ ഡെവിറ്റോൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഡെഫിനിഷൻ പഠിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. Communication is not something that take place exclusively among the humans. Several scholars have stated that animals also communicate, and several research projects are underway to come up with a conclusive evidence of nature of animal communication. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ള ഒരു പ്രക്രിയ ഒന്നല്ല. മൃഗങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരുപക്ഷെ മനുഷ്യനേക്കാൾ നന്നായിട്ട് അവർ ആശയവിനിമയം നടത്തും. അത് എപ്പോഴാണോ ആവശ്യമായിട്ട് വരുന്നത് ആ അവശ്യ സന്ദർഭങ്ങളിലാണ് അവരത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ധാരാളം നമുക്കിടയിൽ നടക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് നോൺ ഹ്യൂമൻ എൻറ്റിറ്റീസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. മനുഷ്യൻ മനുഷ്യനുമായിട്ടോ മനുഷ്യൻ മറ്റ് മനുഷ്യേതര വിഭാഗങ്ങളുമായിട്ടോ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, വെൻ യുവർ പെറ്റ് ഡോഗ് കംസ് ടു യു wagging its tail as soon as you return home from college is an example of extra personal communication. Sorry. മനുഷ്യൻ മൃഗങ്ങളുമായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ്, മൃഗങ്ങൾ മനുഷ്യനുമായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന നിങ്ങളുടെ ഓമന മൃഗമായിട്ടുള്ള പട്ടി നിങ്ങൾ കോളേജിലോ പുറത്തോ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ വാലാട്ടി കാണിക്കുന്നു. അതിന് നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അത് കണ്ടെത്തുന്ന ഒരു മാർഗം മാത്രമാണ്. അപ്പോൾ അവിടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, നിങ്ങളുമായിട്ടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കുകയാണ്. Many of us occasionally engage in interacting with pet animals,
plants and other objects either with affection or with anger. Shouting at intimate objects such as mobile phone, laptop, television remote control when they fail to function are also example of extrapersonal communication. ഇത് നിങ്ങൾക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ചാനൽ മാറ്റാൻ നോക്കി, റിമോട്ടിൻ്റെ ഫംഗ്ഷൻ എന്താ? നമുക്ക് ചാനൽ മാറ്റാൻ, സൗണ്ട് കൂട്ടാൻ, സൗണ്ട് കുറയ്ക്കാൻ, ഇത്തരം ഫങ്ഷൻസ് സാധ്യമാക്കാൻ. പക്ഷെ ആ റിമോട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ റിമോട്ട് കയ്യിലിട്ട് തട്ടുക, റിമോട്ട് നിലത്തേക്ക് എറിയുക, വേറെ ഏതെങ്കിലും സാധനത്തുമ്പോൾ കൊണ്ടുപോയിട്ട് അടിക്കുക. കാരണം നമ്മുടെ പ്രതിഷേധമാണ്. നമ്മൾ വിചാരിച്ച പോലെ ഫങ്ഷൻ ചെയ്യാതാവുമ്പോഴുള്ള നമ്മളുടെ ഫ്രസ്ട്രേഷനാണ് നമ്മൾ കാണിക്കുന്നത്. ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി ഫോൺ ചെയ്യുമ്പോൾ ഫോണിൽ കേൾക്കുന്ന ശബ്ദം ക്ലാരിറ്റി ഇല്ലാതിരിക്കുക, നമ്മൾ പറയുന്നത് മറ്റേ ആൾക്ക് കേൾക്കാൻ പറ്റാതാവുക, അപ്പോൾ ഫോണിന് ചീത്ത പറയുക, അല്ലെങ്കിൽ നമ്മളുടെ നെറ്റ്വർക്ക് പ്രൊവൈഡർ ചീത്ത വിളിക്കുക. കാരണം അവിടെ അങ്ങനെ ഒരു പേഴ്സൺ ഇല്ല, എന്നിട്ട് നമ്മൾ അവരെ ചീത്ത പറയാണ്. അങ്ങനെ ഒരു ആളവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് അതിനോട് ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. ഇതിനൊക്കെ എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുക. കാരണം അവിടെ ഒരു എക്സ്ട്രാ പേഴ്സൺ ഇല്ല, എന്നിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ എയിംസ് അറ്റ് ഇമ്പാർട്ടിംഗ് നോളജ് ആസ് വെൽ ആസ് ഹെൽപ്പിംഗ് പീപ്പിൾ ടു ഗെയിൻ എ ക്ലിയർ വ്യൂ of the meaning of knowledge. Effective communication has also the potential to help overcome several problems and issues experienced by individuals and societies. It can also help attain the goals of economic and social well-being. കമ്മ്യൂണിക്കേഷൻ കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടമാണ് പറയുന്നത്, നമുക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും സംസാരിക്കുന്നതിലൂടെ, ആശയവിനിമയം നടത്തുന്നതിലൂടെ കൃത്യമായിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. അത് ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യമായിരിക്കാം. എനിക്ക് എൻ്റെ ഒരു പ്രശ്നം എന്നേക്കാൾ മുതിർന്ന ഒരാളോട്, അച്ഛനോട്, അമ്മയോട്, എൻ്റെ പാരൻസിനോട്, അല്ലാതെ ടീച്ചേഴ്സിനോട്, റിലേറ്റീവ്സിനോട്, എൽഡർ ബ്രദറിനോട് ചിലപ്പോൾ ഷെയർ ചെയ്യുമ്പോഴായിരിക്കും അതിന് എനിക്കൊരു പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റും. ചില സമയങ്ങളിൽ ഒരു കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ കൂട്ടായിട്ടുള്ളൊരു ചർച്ചയിലൂടെ അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും ഡെഫിനേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതാണ്. ഡെഫിനേഷനിൽ നമ്മൾ ജോസഫ് എ ഡെവിറ്റോൻ്റെ ഡെഫിനേഷനാണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം എല്ലാ എലമെൻസിനെയും കൂട്ടിച്ചേർത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം വളരെ ഒരു ചെറിയ പോർഷനാണ്, അത് കൃത്യമായിട്ട് പഠിക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക. ഒപ്പം കൊറോണയ്ക്കെതിരെ ശക്തമായിട്ട് പടപൊരുതാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. താങ്ക് യു.